കംബോഡിയ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വലിയൊരു സൈബർ ക്രൈം റാക്കറ്റ്. അതിന്റെ തലപ്പത്ത് ചൈനീസ് പൗരന്മാർക്കൊപ്പം അരൂർ സ്വദേശിയും. കംബോഡിയൻ സൈബർ തട്ടിപ്പ് കേസിൽ പിടിയിലായവരുടെ മൊഴി ഞെട്ടിപ്പിക്കുന്നുണ്ട്. ചൈനീസ് ഷെൽട്ടറുകളിൽ എത്തിച്ച് വൻ കുറ്റകൃത്യങ്ങളുടെ ഭാഗമാക്കും. എതിർത്താൽ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വരും. ഭയപ്പെടുത്തുന്ന കംബോഡിയൻ സൈബർ ക്രൈം റാക്കറ്റിനെ വലയിലാക്കിയ കൊച്ചി സൈബർ പോലീസിന്റെ ഗംഭീര ഓപ്പറേഷൻ. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറെ മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് തട്ടിപ്പ് സംഘം പരിചയപ്പെടുന്നത്. NRI യുവതി എന്ന വ്യാജേനെ ആ ഡോക്ടറുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. ആ സൗഹൃദം പിന്നീട് ട്രേഡിങ്ങിലേക്ക് മാറുകയാണ്. ട്രേഡിങ്ങിലൂടെ ഡോക്ടർക്ക് ഏകദേശം 37 ലക്ഷം രൂപയാണ് നഷ്ടമായത്. ഈ പണത്തിൽ നിന്ന് ലാഭം കിട്ടുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വിവിധ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ അടക്കം യുവതി ഡോക്ടറെ കാണിച്ചായിരുന്നു പണം തട്ടിയെടുത്തത്. ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെയാണ് കൊച്ചി സൈബർ പോലീസിൽ ഡോക്ടർ പരാതി നൽകുന്നത്. ആ പരാതി അന്വേഷിച്ച സൈബർ പോലീസ് എത്തിയപ്പോൾ ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള സൈബർ തട്ടിപ്പാണ് എന്ന് കൊച്ചി സൈബർ പോലീസിന് ബോധ്യമാണ്. സംഭവത്തിൽ സൈബർ പോലീസ് നടത്തിയത് ശാസ്ത്രീയമായ അന്വേഷണമായിരുന്നു. ആ അന്വേഷണം ചെന്നെത്തിയതാകട്ടെ 3 മലയാളികളിലേക്ക്. അരൂർ സ്വദേശിയായ സൂരജ് കൃഷ്ണ, മലപ്പുറം സ്വദേശികളായ ആദിൽ, അതോടൊപ്പം തന്നെ മുഹമ്മദ് ഫൈസൽ. ഇവർ 3 പേരെയും സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സൂരജ് കൃഷ്ണ നാട്ടിലെത്തിയ തക്കം നോക്കിയായിരുന്നു പോലീസിന്റെ ഇടപെടൽ. പ്രതികളിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സൈബർ പോലീസിന് ലഭിച്ചത്. തായ്ലൻഡ്, മലേഷ്യ, ലാവോസ് എന്നീ രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്നുള്ള യുവതിയുവാക്കളെ ഇവർ കൊണ്ടുപോകും. അവിടെ വിസിറ്റിംഗ് വിസയിൽ ഹോട്ടൽ ജോലികളും മറ്റും ചെയ്യിപ്പിക്കും. അതിനുശേഷം ചൈനീസ് പൗരന്മാർ നടത്തുന്ന ട്രേഡിംഗ് ഷെൽട്ടറുകളിലേക്കാണ് ഇവരെ എത്തിക്കുന്നത്. അവിടെ ഇവർ ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ചെയ്യാൻ നിർബന്ധിതരാകും. ചെയ്യാത്തവരെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ച് ഇതിന് സമ്മതിപ്പിക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽപ്പെട്ടവരെയാണ് ഇത്തരത്തിൽ ഉന്നമിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിച്ച് അവിടെ നിന്നും കംബോഡിയയിലേക്ക് കൊണ്ടുപോകുന്നത്. റോഡ് മാർഗമാണ് ഇവരെ എല്ലാവരെയും ഇവർ കംബോഡിയയിലേക്ക് എത്തിക്കുന്നത്. അവിടെയാണ് പിന്നീട് ഈ തട്ടിപ്പിൻ്റെ കഥകൾ നടക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക സൈബർ തട്ടിപ്പുകളിലും ഈ കംബോഡിയൻ റാക്കറ്റിന് ബന്ധമുണ്ട് എന്നതാണ് കൊച്ചി പോലീസ് പറയുന്നത്. അതിർത്തികളില്ലാത്ത സൈബർ ലോകത്ത് പ്രതികൾ സുരക്ഷിതരാണ് എന്ന കരുതിയിടത്താണ് കൊച്ചി സൈബർ പോലീസിന്റെ ഈ പഞ്ച്. കംബോഡിയയിലെ ഇരുണ്ട മുറികളിലിരുന്ന മലയാളികളുടെ പണം കവരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെ ഓരോ നീക്കവും കൊച്ചി സൈബർ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.